Boing, boing. ദീപ ഇത് ഏത് ഈ മഞ്ഞക്കിളി? മഞ്ഞക്കിളി അവിടെ നിൽക്കട്ടെ. ഇതാരടാ ഈ പിങ്കി മോള്? അത് എവിടെ നിന്നോട്ടെ, ഞാൻ പറയേണ്ട ആളോട് പറഞ്ഞോളാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഡയറക്ടർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂരജിന്റെ ടീമിലുള്ള ആ ഒരു മിടുക്കി വിജി ആയിട്ട് വന്ന കുട്ടി ഉഷാറാണ്, അവളെ വേണമെങ്കിൽ നമുക്ക് അടുത്ത ഷോ മുതൽ ബോയിങ് ബോയിങ്ങിൽ എന്റെ കൂടെ പേരായിട്ട് കൊണ്ടുവരാം. നമ്മുടെ ഡയറക്ടർ സാറിന്റെ ബുദ്ധി അറിയാം. സാറ് നേരത്തെ കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദീപൻ നല്ല കുട്ടി കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ ഈ കുട്ടിയെ കൊണ്ടുവന്ന പെർഫോമൻസ് കണ്ടപ്പോ പുള്ളിക്ക് ഇഷ്ടമായി. മനസ്സിലായില്ലേ? ഇവർ ഈ ഷോയിൽ ഏറ്റവും പ്രശ്നം എന്താണെന്ന് അറിയാം, ഹൈറ്റ് ബാലൻസ് അല്ല. അത് നീ ഞാൻ ഹൈറ്റ് കറക്റ്റ് ആയിട്ട് ബാലൻസ്ഡ് അല്ല. അതുപോലെ നിങ്ങൾ രണ്ടുപേരും ആണോ? ഞങ്ങള് തമ്മിൽ സ്നേഹമുണ്ട്, ആ ഒരു ഐക്യമുണ്ട്, അതാണ് വേണ്ടത്. സ്നേഹം വെച്ചിട്ട് ഈ ഷോ ചെയ്യാൻ പറ്റത്തില്ല, അറിയോ? നമ്മുടെ മലയാളി പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹത്തിനൊക്കെ വില മതിക്കുന്ന, ആ ഒരു കോംബോയ്ക്ക് വില മതിക്കുന്ന ആൾക്കാരാണ്. സോ ഞങ്ങളെ ഈ ഒരു ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്തു. ആങ്കറിംഗിൽ ഏറ്റവും വേണ്ട ക്വാളിറ്റി എന്താണ്? കോൺഫിഡൻസ്. അത് ഇവിടെ ഇച്ചിരി കുറവായിട്ട് ഫീൽ ചെയ്തില്ലേ? ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒന്നാണുള്ളത്, കോൺഫിഡൻസ്. ഡയറക്ടർ സാർ, ഞാൻ പറഞ്ഞതുപോലെ ഈ കുട്ടി റെഡിയാണ്. ഞങ്ങളുടെ കഴിവിനെ സാർ ഒന്ന് ഒരിക്കൽ കൂടെ ഒന്ന് കണ്ടോക്കാം. നീയും കാണുക. ഒന്നങ്ങോട്ട് മാറി ഡയാന അവിടെ നിൽക്കും. അപ്പൊ നമുക്കൊരു ഐശ്വര്യമായിട്ട് പൊളിക്കാം ധമാക്ക എപ്പിസോഡ്. Let's welcome the brand new episode of Boing Boing, co-powered by Laza Ice Cream and Damro Furniture. Everybody. നിങ്ങളെ കിടലം കഴിഞ്ഞ 5-6 കിടലം കേട്ടു. ഇനി അങ്ങോട്ട് മാറി ശരിക്കും ഈ ഒരു പണി എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു. മുത്തേ, നമ്മൾ പൊളിക്കും. വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോയിങ് ബോയിങ്. യെസ്, co-powered by Laza Ice Creams and Damro Furniture. നമ്മളപ്പോ ഈ ഒരു ദിവസം നമ്മുടെ കൂടെ 6 സുന്ദരിമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും ദിവസം അവന്റെ ടീം വേറെ, എന്റെ ടീം വേറെ. ഇന്ന് മുതൽ നമ്മൾ ജോയിൻ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നു പോയ ആൾക്കാർക്ക് എല്ലാം ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, കുറച്ച് നിങ്ങൾ കൊടുക്കുന്ന കോൺഫിഡൻസ് അത്ര പോരാ എന്നുള്ളൊരു. അപ്പൊ അത് നമ്മളാവുമ്പോൾ നമ്മൾ വേറെ നമ്മുടെ കോൺഫിഡൻസ് അവരിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അങ്ങോട്ട് മാറുന്നേ. സാർ, കുട്ടി തരക്കേടില്ല, പക്ഷെ ഇവനുമായിട്ട് ഒട്ടും ചേരുന്നില്ല. സാർ, ഈ കുട്ടൻ അത്ര പോരാ, കുട്ടി കൊള്ളാം. അപ്പൊ സാർ, നമുക്ക് എന്ത് തീരുമാനിക്കാം? സാർ പ്ലീസ്, സാർ പറയൂ. നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യാവോ? സൈഡിലോട്ട് മാറി നിന്നിട്ട് നമ്മൾ അവരെ രണ്ടുപേരും ഒന്ന് നോക്കാം, അവരുടെ രണ്ടുപേരും ആങ്കറിങ് എങ്ങനെ നോക്കാം. അതുകൊണ്ട് രണ്ടുപേരും സൈഡിലോട്ടൊന്ന് മാറി. വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. അല്ല, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അല്ല, ഇവരെ ടെസ്റ്റ് ചെയ്ത് നോക്കാന്നാണോ സാർ? അതായത് നിങ്ങളൊന്ന് മാറി നിൽക്കാം, ഞങ്ങളൊന്ന് ആങ്കറിങ് നോക്കാം. ഇവര് തീരുമാനിച്ചു ഒരാളെ ചൂസ് ചെയ്യണം സാർ. തീർച്ചയായിട്ടും നിങ്ങൾ മാറി നിൽക്കൂ, സമയങ്ങളല്ലേ. ശരി ആയിക്കോട്ടെ. മോളെ കേട്ടോ, മോള് തന്നെ. നമ്മള് ശരി, തുടങ്ങാം. Welcome to a super exciting episode of Boing Boing, co-powered by Damro Furniture and Laza Ice Creams. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോയിങ് ബോയിങ്ങിന്റെ ഒരു എപ്പിസോഡ്, ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ചരിത്രമായി മാറാൻ പോവുകയാണ്. അതെ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, കാരണം ഇവിടെ വരുന്ന കണ്ടസ്റ്റൻസിന്, അത് മുൻപ് വന്ന കണ്ടസ്റ്റൻസിന് ഒരു ചെറിയൊരു പരാതി. അതായത് ഇവിടുത്തെ ആങ്കേഴ്സ് അവർക്ക് ആവശ്യത്തിനുള്ള ഒരു പോസിറ്റിവിറ്റി കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ വരുന്നത് 6 സുന്ദരിമാരാണ് എല്ലാ എപ്പിസോഡ്സിലും വരുന്നത്. അപ്പൊ അവർക്ക് കൂടുതൽ കംഫോർട്ട് ലെവൽ കൂട്ടാനും അവർക്ക് കൂടുതൽ പോസിറ്റിവിറ്റി കൊടുക്കാനും ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ട് വരുന്നത് തീർച്ചയായിട്ടും ഫീമെയിൽ ആങ്കേഴ്സ് തന്നെയാണ്. അല്ല, നിങ്ങൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ കണ്ടതിൽ വെച്ചിട്ട് അവര് രണ്ടുപേരുമാണ് ബെസ്റ്റ്. കാരണം നിങ്ങളെക്കാട്ടും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങളെക്കാട്ടും കൂടുതൽ എനർജി ഉണ്ട്, നിങ്ങളെക്കാട്ടും നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഓഡിയൻസിനോട് ചോദിച്ചു നോക്ക്. ഓഡിയൻസിനോട് ചോദിച്ചു നോക്ക്, ഇതിൽ ആരാ ബെസ്റ്റ് എന്നുള്ളത്. ഓഡിയൻസ് പറയൂ. ഇതൊന്നുമില്ല, ഇത് നിങ്ങളൊരു സന്തോഷത്തിൽ. നിക്ക്. അങ്ങനെ നിങ്ങളുടെ സന്തോഷമല്ല, നിങ്ങൾ എന്തായാലും അവരെ കൊണ്ടുവന്നു, അവര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ നമ്മുടെ ജില്ലു ബില്ലു ഉണ്ട്, അവർക്ക് പകരം അവരുടെ ഡ്യൂട്ടി ഏറ്റെടുത്തോ. ഇവര് ഈ ആങ്കറിങ് ചെയ്യട്ടെ, അതാ എന്റെ തീരുമാനം. അയ്യോ ചേട്ടാ, അധികം നിൽക്കണ്ട, സമയം ആതിര പോയിക്കോളൂ. ആതിര പോയിക്കോ.
അളിയാ നമ്മൾ കൊടുക്കുന്ന പണിയെല്ലാം ബൂമറാങ്ക് പോലെ നമുക്ക് തന്നെ തിരിച്ചു വരണം. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഇനി ഒരു പണിയില്ല അളിയാ. നീ ആലോചിച്ചൊക്കെ നമ്മൾ ഈ പണി വിട്ടിട്ട് ആ ജില്ലും ബില്ലും പോലെ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്ന സീന് ഡയറക്ടർ സാർ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യില്ല സാർ. സാറിന്റെ എല്ലാ പ്രതീക്ഷയ്ക്കും ഞങ്ങൾ പ്രോമിസ് ചെയ്യാണ്. കണ്ടു നോക്കൂ. ലെറ്റ്സ് വെൽക്കം ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് Boeing co-powered by Lhasa Ice Cream and Damro Furniture. Please welcome Team A and Team B. രണ്ട് ടീമിലെ എല്ലാ ഗേൾസിനോടും ഭയങ്കരമായ റെസ്പെക്ട് ആണ് ഇന്ന്. നിങ്ങൾ പണി തരരുത് ആ ഒരു റെസ്പെക്ട് എന്നോട് നിനക്ക് വേണം. നിന്നോട് ആലോചിക്കട്ടെ, ആലോചിക്കട്ടെ. ഇന്നിപ്പോ ആദ്യം ഒരു പണി കിട്ടിയതുകൊണ്ട് കുറച്ചേരം ഞാൻ കുറച്ചേരം നമ്മൾ മൊത്തത്തിൽ റെസ്പെക്റ്റിലാണ്. അപ്പോ എല്ലാരും സെറ്റ് അല്ലേ? All set? അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. നിങ്ങൾ സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ അതാത് സീറ്റിൽ പോയിരിക്കുക. ടീം എ ലെഫ്റ്റ് സൈഡ്, ടീം ബി റൈറ്റ് സൈഡ്. അപ്പൊ ആ റെസ്പെക്ടോട് കൂടി തന്നെ നമുക്ക് ടീമിനെ പരിചയപ്പെട്ടാലോ? എന്റെ ടീം എയിൽ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഷാരോൺ. എന്തൊക്കെയാണ് വിശേഷം? സുഖം. ഷാരോൺ അത്യാവശ്യം സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടേണ്ടത് ലക്ഷ്മിയാണ്. ലക്ഷ്മി നമുക്കറിയാം അത്യാവശ്യം മലയാള സീരിയൽ എല്ലാത്തിലും ആക്ട് ചെയ്യുന്നുണ്ട്. ലക്ഷ്മി, എന്തുണ്ട് വിശേഷം? ഉപ്പ് പോലെ എല്ലാ ചാനലിലും ഉണ്ട്. ഉപ്പ് പോലെ എല്ലാ ചാനലിലും ഉണ്ട്. ലക്ഷ്മി, എന്താണ് നമ്മുടെ ഷോയിൽ വരാനുള്ള കാരണം? ഷോയിൽ വരാനുള്ള കാര്യം, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഷോ പങ്കെടുത്തിട്ടില്ല. ഗെയിം ഷോ പങ്കെടുത്തിട്ടില്ല. ഒരു ക്യൂട്ട് ആയിട്ട് ഒരു സ്വീറ്റ് ആയിട്ട് ഒരു കൊച്ചുകുട്ടിയുടെ ഇരിപ്പില്ലേ വർഷ. ഹായ്. ഹായ്. ചെന്നൈയിലാണല്ലേ? ചെന്നൈയിലാണ്. വർഷയെ പരിചയപ്പെട്ട് വർഷ സിനിമയിലേക്കുള്ള ഒരു അവസരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വർഷയെ പറ്റി പറയുകയാണെങ്കിൽ അളിയ, നിനക്ക് അറിയാത്തൊരു കഴിവ് ആ കുട്ടിക്കുണ്ട്. കാരണം ഒരുപാട് ഭാഷകൾ അറിയാം. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ബംഗാളി അറിയാന്നല്ലേ പറഞ്ഞത്? ഞാൻ ഗൾഫിലെ ജോലി ചെയ്യണത്. അവിടെ ഈ ബംഗാളികളായിട്ടുള്ള ആൾക്കാരെ ഒന്ന് ഡീൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാലം പറഞ്ഞു. അതായത് എഴുന്നേക്കൂ, ജോലിക്ക് വരൂ എന്നുള്ള സംഭവങ്ങള്. ഇക്കാന്റെ ആശാനെന്ന്. ഇങ്ങോട്ട് വാ. ഇക്കാനെ ആശു. ഇക്കാനെ ആശു. ഇക്കാനെ ആശു. നീ അങ്ങോട്ട് പോണ്ട സൂര്യ, ഇങ്ങോട്ട് വാ. ഇക്കാനെ ആശി. 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 ഇനി ആശി, ഇനി പഠിക്ക് പോ, ജോലിക്ക് പോ. ടീക്കാച്ചി. ഓക്കേ. ഓ ടീക്കാച്ചി. ഇനി എന്റെ ടീമിലേക്ക് പോവാം നമുക്ക്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എയർ ഹോസ്റ്റസിനെ, ലൈവ് എയർ ഹോസ്റ്റസിനെ ഇറക്കി. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. പോയി കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കുക, സൂരജിന്റെ ടീം എപ്പോഴും വരുമ്പോ ഇപ്പോഴും കുറച്ച് എയർ ഹോസ്റ്റസ് ഉണ്ട്. ഇവൻ ഷൂട്ടിന് വരുമ്പോ ഈ ഫ്ലൈറ്റിൽ കയറില്ലേ, ഫ്ലൈറ്റിൽ കയറി ഇറങ്ങുമ്പോ ഇവരുടെ എല്ലാവരുടെയും ഫോൺ നമ്പർ മേടിക്കുന്നുണ്ടെന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ്. ഫോൺ നമ്പർ വാങ്ങുന്നതല്ല, ഞാൻ എന്നെ നന്നായിട്ട് ഫ്ലൈറ്റിൽ ട്രീറ്റ് ചെയ്യുന്ന എയർ ഹോസ്റ്റസിനെ നോട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ പറയും, നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിട്ട് വരുന്നുണ്ട്, അപ്പൊ കുട്ടി നല്ല സുന്ദരിയാണല്ലോ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോരും എന്റെ ടീമിലാക്കാൻ, ഞാൻ നല്ലൊരു സമ്മാന ക്ലാസ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോരൂ. നമ്മുടെ അർച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം, അഞ്ജന എന്ന് പറഞ്ഞൊരു മിടുക്കി കുട്ടി വന്ന് പെർഫോം ചെയ്ത് തകർത്തിട്ട് പോയതാണ്. പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പോകണം. അങ്ങനെ അത് കേട്ടിട്ട് വന്നിരിക്കുന്ന ആളാണ്. ഇത് എപ്പോഴെങ്കിലും അവസാനിക്കോ? നാലെണ്ണത്തിന് ഇവിടെ വിടും. മനസ്സിലായി. ഓക്കെ. അടുത്ത ആള് ശില്പ. ശില്പ ഒരു ആക്ടിവിസ്റ്റ് ആണ്. ആക്ടിവിസ്റ്റ് ആണ്. കേരളത്തിൽ ഇപ്പൊ ആക്ടിവിസ്റ്റുകൾക്കുള്ള പവർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അല്ലെ? ശില്പ, എന്തിലാണ് ഈ ആക്ടിവിസം? ഏത് കാര്യത്തിലാണ്? എന്താ പറയാ, നമ്മള് ഇപ്പൊ സമൂഹത്തിലൊക്കെ കുറെ ഡിസ്ക്രിമിനേഷനും ജെൻഡർ ഈക്വാലിറ്റിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ നമ്മൾ കുറച്ചാളെങ്കിലും വേണ്ടേ അതിനൊക്കെ നേരെ നിർത്താൻ. ഈ ഡിസ്ക്രിമിനേഷൻ പറയുന്നത് ഏതെങ്കിലും കമ്മ്യൂണിറ്റി അങ്ങനെ എന്തെങ്കിലും ആണോ? പല കമ്മ്യൂണിറ്റിന്റെ ഇടയിലും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അടിപൊളി. ആ ആക്ടിവിസം ഉഷാറായിട്ട് മുന്നോട്ട് പോകും. ആക്ടിവിസത്തിന് പുറമെ ഞാൻ കേട്ട ഒരു കാര്യമാണ്, ശില്പ കരാട്ടെ ഒക്കെ ചെയ്യുന്നു. ഷോട്ടോക്കെ അതിന്റെ 2 സ്റ്റെപ്പ് കാണിച്ചു. അല്ല, രണ്ടുപേര് അറ്റ് എ ടൈം ആക്രമിക്കാൻ പറഞ്ഞില്ല, എങ്ങനെയാ ഖുഷ് പറയുന്നത്? നമ്മളിപ്പോ ഇവിടെയാണ് നിക്കണെന്നുണ്ടെങ്കിൽ ഈ സെയിം സാധനം തന്നെ ഒരാളെ പുറകിലെ കൈ കൊണ്ട് പുഷ് ചെയ്യാ, മറ്റാളെ
ഇവിടെ. അല്ല അതിനിപ്പോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ വന്ന് നിക്കണ്ടേ ഞങ്ങള്? ഈ ഇത്രയും ഹൈറ്റ് ഉള്ള ആൾക്കാരെ നേരിടുന്നത് എങ്ങനെയാ? ഇത്രയും ഹൈറ്റ് ഉള്ള അതിനാണ് നമ്മൾ ഇങ്ങനെ പഞ്ച് ആ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, ഹൈറ്റ് ഒന്നും ഒരു വിഷയമല്ല. ഒന്ന് ചെറിയ ആളാണ് നമ്മൾ ഇങ്ങനെ പഞ്ച് ചെയ്യും. ചെറിയ ആളാണെങ്കിൽ താഴോട്ട്, പക്ഷെ എപ്പോഴും നമുക്ക് ഈസി എന്ന് പറഞ്ഞാൽ മേലോട്ട് പുഷ് ഞാൻ ചെയ്യാം. ഒരു സംശയം കേട്ടോ, ഇതിന് കണക്കായിട്ട് ഞങ്ങളിങ്ങനെ വന്ന് നിക്കണ്ടേ? ആക്രമിക്കാൻ വരുന്നാളേ ഞാൻ ഇവിടെ നിൽക്കുന്നത് വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുവോ? ഒരു നല്ല നൈസ് ആയിട്ടുള്ള റെഡി. ഒന്നുകിൽ അവനെ അല്ലെങ്കിൽ എന്നെ അടിക്കണം ഇത് നിർബന്ധമില്ല. കാണിച്ചാൽ മതിയോ? ഇതല്ല അവനെ അങ്ങോട്ടാ അടിക്കേണ്ടത്. അല്ല വേദനിച്ചാലും പേടിച്ചിട്ടാ. പിന്നെ നീ എന്നെ അടിച്ചു ജോസ് പ്രകാശ് ആണെന്ന് വിചാരിച്ചോ? മുതല കുഞ്ഞുങ്ങളുമായിട്ട് കളിച്ചുകൊണ്ട് പേടമാൻ കുട്ടിയായ കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറാണ്. നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ അങ്കത്തട്ട് നമുക്കൊരു പൂങ്കാവനമാക്കി ഇതാരാണ് അടിക്കാനൊന്നും തോന്നുന്നില്ല. കുട്ടിക്ക് interest ആണ്, താല്പര്യമായി. ഒരു കുഞ്ഞിടി തന്നോ? എന്നാലും ഒരു ആഗ്രഹത്തിന് റെഡി തന്നോ? ദൈവമേ, താങ്ക് യു. ഇത്രയും കാലം എനിക്ക് കൊടുക്കാൻ പറ്റാത്തത് ഈ കുട്ടി കൊടുത്തു. ഭയൽമാൻ ജയിച്ചിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ടീമിലാണ് ഈ ഇടി ഇവിടെ തന്നെ മറന്നേക്കണം. ഇനി ഇടിയല്ല അവനാ കൊടുക്കേണ്ടത്. തിരിച്ചു കൊടുക്കാം. ഇപ്പൊ പോയി ഇരിക്കുക അവിടെ. ഇതെല്ലാം കണ്ട് വിസ്മയപ്പെട്ട ഒരാൾ ഇപ്പോൾ. ആരാ സൂരജ്? വിസ്മയ എന്താ ചെയ്യണേ? ഞാനിപ്പോ വർക്ക് ചെയ്യാം, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. എന്തായിട്ടാ ചെയ്യുന്നുണ്ട്. മോഡലിംഗ് ചെയ്യുന്നത്? കമ്പനിയിൽ എന്താ ചെയ്യുന്നേ? BDM ആയിട്ട് വർക്ക് ചെയ്യാം. BDM ആണ്. വെരി ഗുഡ്. അപ്പൊ രണ്ട് ടീമിനെയും പരിചയപ്പെട്ടു. 18 ടീമുകളാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മത്സരം തുടങ്ങാൻ സമയമായി. ഇപ്പൊ ഇലക്ഷൻ കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ മലയാളത്തിലായാലും ഇന്ത്യയിൽ മൊത്തത്തില് പല കസേരകളും വീഴുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ചില കസേരകൾ പുതുതായിട്ട് ഉണ്ടാവുന്ന കാഴ്ചകൾ കാണുന്നു. സൂരജ് മാത്രമല്ല, നമ്മുടെ എപ്പിസോഡുകളും ഷോയും കണ്ടിട്ട് മലയാളികൾ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്ത ഒരു ഫസ്റ്റ് ഗെയിമും കൂടെയാണ്. എന്താണ് സൂരജ്? നീ പോ മോനെ ദിനേശ. നീ പോമോനെ ദിനേശയിൽ നമ്മൾ മത്സരത്തിന്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ആ രണ്ട് വ്യക്തികളെ നമുക്ക് വിളിച്ച് കറക്റ്റ് പ്ലേസിൽ കൊണ്ട് ഇരുത്താം. ഷാരോൺ ആൻഡ് വിസ്മയ. സൂരജ്, രണ്ട് കുട്ടികൾ ആ തലയും പുറത്തോട്ടിരിക്കുന്ന കാഴ്ച ഒന്ന് കാണാൻ അതിമനോഹരമല്ലേ? നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ആ കാഴ്ചയോടൊപ്പം കുറച്ച് വീഴ്ചകളും കാണാം. ആ ഗെയിമിന്റെ ആചാരങ്ങൾ എന്തെന്ന് കാണാം. നമ്മൾ ആ രണ്ടുപേരോടെ നിൽക്കുന്നുണ്ട്. ആ രണ്ടുപേരും നിൽക്കുന്നിട്ട് ആ സ്കോർ ബോർഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം കാണുന്ന യെല്ലോ സർക്കിൾ ആണ്. യെല്ലോ സർക്കിൾ നമ്മൾ കാണുന്നത് 40 പോയിന്റ്സ് ആണ്. തൊട്ടുതാഴെ റെഡ് സർക്കിൾ കാണാം, അതില് നമുക്ക് 60 പോയിന്റ്സ് ഉണ്ട്. അതിന്റെ നടുവിൽ ഒരു വൈറ്റ് സർക്കിൾ കാണാം, അവിടെ 80 പോയിന്റ്സ് ആണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സ്കോർ കിട്ടുന്നത് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ഇങ്ക് ബോൾ തന്ന് ആ ചെയറിൽ കൊണ്ടിരുത്തും. ചെയർ പോകുമ്പോൾ ആ ചെയറിന്റെ പ്രത്യേകത സ്വിച്ച് ഇട്ടാൽ സുറന്ന് പോകുന്ന ചെയറാണ്. ആ ഇങ്ക് ബോൾ കറക്റ്റ് നിങ്ങൾ അവിടെ പോയി ത്രോ ചെയ്യുക. ത്രോ ചെയ്ത് ഏത് പോയിന്റ്സിലാണോ ചെന്ന് വിടുന്നത് ആ പോയിന്റ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി സ്വന്തം ടീമിന്റെ മുഖത്താണ് അറിയുന്നുണ്ടെങ്കിൽ 0 പോയിന്റ് കിട്ടും. ഓപ്പോസിറ്റ് ടീം ആണെങ്കിൽ 100 പോയിന്റ് കിട്ടും. മത്സരിക്കാൻ റെഡിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നീ പോമോനെ ദിനേശയിൽ ഞാൻ ആദ്യം ടീം എയിൽ നിന്ന് ക്ഷണിക്കുന്നത് ലക്ഷ്മി. നമ്മുടെ ബോയിലെ നീ പോമോനെ ദിനേശയിൽ ലക്ഷ്മി കറക്റ്റ് ആയിട്ട് ആ സീറ്റിൽ ആസനസ്ഥയായി. ഇനി നമ്മളുടെ മറ്റു ആചാരങ്ങൾ കൂടെ രണ്ട് കാലും കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. ഈ ഹാൻഡ് റെസ്റ്റിൽ കൈ വെക്കാതിരിക്കുക. ഈ ചെയർ പോകുമ്പോൾ എടുത്ത് ചാടാൻ തോന്നിയാലും ചാടാതിരിക്കുക. ഇനി ഞാൻ ബോൾ ഐശ്വര്യമായിട്ട് എടുക്കുകയാണ്. എങ്ങനെയുണ്ട്? സീറ്റ് ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഒരു ടെൻഷനും വേണ്ട, ആത്മവിശ്വാസമാണ് മെയിൻ. ഓക്കെ, റെഡി? ഇനി നന്നായിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് റെഡി, ഓൾ സെറ്റ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 നീ പോ മോളെ ദിനേശ. എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ. അടങ്ങടാ ഒരു പൊടി. എന്താ അവിടെ പറ്റിയത്? അവിടെ പറ്റിയിട്ട് അവിടെ പോയിട്ട് ഞാൻ എറിഞ്ഞപ്പോ ബോൾ താഴോട്ട് പോയി. ബോൾ താഴോട്ട് പോയി. ഞാൻ ബോൾ മേലോട്ട് എറിയാനല്ലേ പറഞ്ഞേ? ഞാൻ എറിഞ്ഞപ്പോ താഴോട്ട് പോയി. അതാണ് ഗുരുത്വാകർഷണം. അപ്പൊ ശരി, ഇനി അടുത്തെറിയുന്നതെങ്കിലും താഴോട്ട് പോകരുത്. അപ്പൊ ഇനി എറിയാനില്ല, ഇനി ചാടാനേ ഉള്ളൂ. അപ്പൊ ചാടാൻ റെഡിയല്ലേ? നീ അവിടെ ഈ കാണിച്ചിട്ട് ഇനി അബദ്ധങ്ങൾ പറയരുത്. എല്ലാത്തിലും 0 വാങ്ങാൻ റെഡി ആയിക്കോളൂ. വേറെ ഒന്നും നോക്കണ്ട, വേട്ടം പോലെ നോക്കണ്ട. അയ്യോ, നിന്റെ ടീം എന്തായാലും പോയിട്ട് മുട്ട വാങ്ങിയല്ലോ. എന്റെ ടീമിൽ നിന്ന് 2 മുട്ടയും ഒരു 1 അങ്ങനെ മൊത്തം 100 വാങ്ങാൻ വേണ്ടിട്ട് അർച്ചന ഓടിവാ. ദീപ,
ഈ ഇരിക്കുന്ന അർച്ചന നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന അഞ്ജനയേക്കാൾ 1 മടങ്ങ് മേലെയാണ്. ഇതിന് ശേഷം ഞങ്ങൾ 100 വാങ്ങിയിട്ട് നമ്മൾ ഡാൻസും കളിക്കില്ലേ, പൊളിക്കില്ല നമ്മള്? അത് ഞാൻ പറയില്ല. എങ്ങാനും തോറ്റുപോയി നാണം പക്ഷേ കൊല്ലും ഞാൻ. അപ്പൊ നമ്മള് പോയിന്റുമായിട്ടേ കുട്ടി വരുള്ളൂ. ഒരു കുഴപ്പമില്ല, കുട്ടി പോയിന്റ് മേടിച്ചില്ലെങ്കിൽ ഞാൻ സ്വീകരിച്ചോളാം. ഇങ്ക് ബോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ടീമിന്റെ മുഖത്തെറിഞ്ഞത് കൊള്ളിക്കണം. ഓക്കെ, റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 നീ പോ മോനെ. ദിനേശ നീ എന്റെ തങ്ങിക്കുടമാണ്, എന്റെ ജീവനാണ്, എന്റെ ചങ്കാണ്. സാരല്ല. ദീപ, എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എനിക്ക് ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. പക്ഷേ പിന്നെ നമ്മൾ പൊളിക്കും. പൊളിക്കുമല്ലോ. ഒരു കാര്യം മനസ്സിലാക്കുക, ചേച്ചി വന്ന് ഇവിടെ എന്റെ കൂടെ ഡാൻസ് കളിച്ച് ഭയങ്കര രസമായിട്ട് പോയതാണ്. ഇവന്റെ കൂടെ ഡാൻസ് കളിച്ച് അതുപോലെ എന്തെങ്കിലും അലമ്പായി കഴിഞ്ഞാൽ ഇതിന് രസമൊന്നും വേണ്ട, നമുക്ക് സന്തോഷം. ഡാൻസ് കളിക്കാൻ രസം വേണ്ട, ഒരു എനർജി. എനർജി പ്ലീസ്. ഇതെന്തോന്ന് ഡാൻസ് ഡേ? എന്താടാ ഇതെന്തോന്ന് കളിച്ചു? ഹാപ്പിനെസ് മാൻ. അടിപൊളി കളിച്ചു. കുട്ടി ഗോതയിലേക്ക് ഇറങ്ങും, ഞാൻ കളിച്ച് കാണിച്ചു തരാം. മതി മതി, ഓവറാക്കണ്ട, ഓവറാക്കണ്ട. നീ എങ്ങനെ ഡാൻസിൽ എന്റെ കുട്ടിയെ വീഴ്ത്താനും നോക്കണ്ട. കുട്ടി എന്റെ ടീമിൽ തന്നെയാണല്ലേ? പക്ഷെ കുട്ടി എൻജോയ് ചെയ്തു. ശരി, ഞങ്ങളുടെ ഈ എൻജോയ്മെന്റ് ഞങ്ങൾക്ക് ചെറിയൊരു ഇടവേളയുടെ ആവശ്യമുണ്ട്. This is Boing Boing, co-powered by Lasa Ice Cream and Damro Furniture. Have a short break. വെൽക്കം ബാക്ക് ടു ബോയിങ് ബോയിങ്, co-powered by Lasa Ice Creams and Damro Furniture. സൂര്യ, ഞങ്ങൾക്ക് ആദ്യം ചെറിയൊരു ക്ഷീണം പറ്റിയെങ്കിലും ആ ഒരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ 10 മടങ്ങോടുകൂടി സട കൊടഞ്ഞ് എഴുതി. നിങ്ങൾക്ക് എപ്പോഴാണ് ക്ഷീണം പറ്റാത്തത്, അതൊന്ന് പറഞ്ഞു. വല്ലപ്പോഴും ഞങ്ങൾ ക്ഷീണം, ഈ എന്താ പറഞ്ഞത്, നമുക്ക് ചിലപ്പോൾ തോൽവി ഉണ്ടായാലും അത് ജയത്തിനുള്ള ഒരു മുന്നോടിയാണ്. അപ്പൊ ആ ജയത്തിനുള്ള മുന്നോടിയായിട്ട് ഞാൻ ക്ഷണിക്കുന്നു ടീം എയിൽ നിന്ന് വർഷ. വർഷക്കുട്ടി, ഈ ഗെയിമിലെല്ലാം മത്സരിച്ച് ജയിക്കില്ലേ? പ്രോമിസ്? പ്രോമിസ്. അപ്പൊ നമുക്ക് നേടേണ്ടത് 80 പോയിന്റ്സ് ആണ്. ഓക്കെ, റെഡി? ഇങ്ക് ബോള് വലിയ വെയിറ്റ് ഉള്ളതാണ്. വെയിറ്റ് ഇല്ല, ഇങ്ക് ബോൾ വെയിറ്റ് ഇല്ല, വെയിറ്റ് ഇല്ല. ഇവൻ ഈ പലതും പറയും. യുവർ ടൈം സ്റ്റാർട്ട്സ്. 3 2 1 നീ പോ മോളെ. ദിനേശ
ഭയങ്കര ഇഷ്ടമില്ല. നിങ്ങൾ വരുന്നു ഒരു പരിധിയില്ലേ പിള്ളേരെ? ഒരു നല്ല മലയാളികൾ അക്സെപ്റ്റ് ചെയ്ത ഒരു ഷോ അല്ലേ, ഒരു മര്യാദയില്ലേ? ഇവനെ കൊണ്ട് ഇത് അത്രയും പറയിക്കാനല്ലേ നിങ്ങൾ ഈ കച്ചൻ കെട്ടി ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത്? അത് എന്താ സംഭവിച്ചോടെ? പക്ഷെ അത് പോയില്ല. എറിയുന്നത് എങ്ങോട്ടേക്കും അല്ല, ആ കാണുന്ന സ്കോറിലേക്ക് എറിയുന്ന കുട്ടി. ഞാൻ അത് നോക്കി എറിഞ്ഞത്, പക്ഷെ പോയിരിക്കും. നിന്റെ വിഷമത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. ആദരാഞ്ജലികൾ. എനിക്ക് നിന്റെ പങ്കെടുക്കലൊന്നും ആവശ്യമില്ല, കാരണം മത്സരം ഇവിടെ കൊണ്ട് അവസാനിക്കത്തില്ലല്ലോ. മത്സരം ഇതിനേക്കാളും ഘടോത്കചമായിട്ടുള്ള മത്സരങ്ങൾ ഇനി വരികയാണ്. എന്റെ ടീമിൽ നിന്ന് പങ്കെടുക്കാൻ വേണ്ടിട്ട് ഞാൻ ശില്പയെ വിളിക്കാണ്. ശില്പ വരൂ ശില്പ. 100 പോയിന്റ് കൂടി. പിടിച്ചോ. നമുക്ക് എത്ര പോയിന്റ് വേണം? നമുക്കൊരു അഹങ്കാരം വേണ്ട, 80 മതി. റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1. നീ പോ മോളെ. ദിനേശ. അല്ല, നിന്നോട് ഞാൻ നിന്റെ മൂക്കിൽ എറിയാനാണോ പറഞ്ഞത്? അതെങ്ങനെ എന്റെ മുഖത്ത് വന്നു? അതന്നെ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാ വന്നത്? ആ ദിയാസനയുടെ കൂട്ടുകാരിയല്ലേ, അവളാണ് ഇതിനു മുമ്പ് ഇതുപോലെ സ്വന്തം മൂക്കിൽ എറിഞ്ഞിട്ടുള്ളത്. ശില്പ വന്നപ്പോ പറഞ്ഞു കൊടുത്തു, ശില്പ ബോൾ ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ട് എറിയാൻ. ഇതിപ്പോ ബീട്രൂട്ട് ഫേഷ്യൽ ചെയ്ത പോലെ ഉണ്ട്. ഇത് ആക്ടിവിസ്റ്റുകൾക്ക് മാത്രം പറ്റുന്ന ഒരു ചടങ്ങാണോ? സംഭവം ഭയങ്കരമായിട്ടുണ്ട്. എന്താ സംഭവിച്ചേ? അതെനിക്കറിയില്ല. എനിക്കറിയില്ല. ശക്തിയിലൊക്കെ എറിഞ്ഞു. എറിഞ്ഞപ്പോ അപ്പൊ എന്റെ മുഖത്തേക്ക് എനിക്ക് സന്തോഷമായി. നീ അധികം സന്തോഷിക്കണ്ട. 80 പോയിന്റ് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. പാട്ട് മത്സരത്തിനാണ്. നീ കുറച്ചു മുമ്പേ നിന്റെ ആവേശമൊക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു, ഈ ആവേശം ഇവിടെ എവിടെയാണ് ഞാൻ പോകുന്നു. മക്കളെ, അവിടെ നിന്ന് കാല് കഴിക്കാതെ ഇങ്ങ് പോരും. എങ്ങനെ ഉണ്ടായിരുന്നു ഷാരോൺ അവിടെ മുകളിൽ നിന്നപ്പോ? അടിപൊളിയായിരുന്നു. ഇവിടെ ഇങ്ങനെ വരുമ്പോ കണ്ണങ്ങ് അടഞ്ഞു പോട്ടോ. കണ്ണടഞ്ഞു പോയി. പക്ഷെ നമ്മളെ ടീം പോയിന്റ് നേടാത്തതിനെ പറ്റി വല്ല അഭിപ്രായം ഉണ്ടായിരുന്നോ? സങ്കടമുണ്ട്. കിട്ടും. ശരിക്കും പറഞ്ഞാല് ഈ മുകളിൽ ഇരുന്നിട്ട് നോക്കുന്ന ആൾക്കാണ് സ്വന്തം മൂക്കിന് കൊള്ളുന്ന ആ കാഴ്ച നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. എന്താണ് നമ്മുടെ താരത്തിന് പറ്റിയത്? ആക്ടിവിസ്റ്റിന് പറ്റിയത് എന്താ? എറിഞ്ഞപ്പോ തന്നെ മോള് മുഖത്തേക്ക് കൊണ്ടത്. പേടിയുണ്ടായിരുന്നു അവിടെ നിന്നപ്പോ? പക്ഷെ ഇവരുടെ ആ ബോളൊക്കെ എറിയുന്ന കണ്ടപ്പോ പിന്നെ ആ പേടിയൊക്കെ ആദ്യത്തെ 1-2 ഏറ് കണ്ടപ്പോഴേക്കും ഏതാണ്ട് ധാരണ ഇതൊന്നും നടക്കാൻ പോകുന്ന കേസല്ല. നമ്മുടെ ബോയിങ്ങിലെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നീ പോമോനെ ദിനേശ് അവസാനിക്കുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 0 പോയിന്റ് ആണ്. ടീം ബി 80 പോയിന്റ്. പക്ഷെ ഇനി ഞങ്ങൾക്ക് പലതും പ്ലാൻ ചെയ്യാനുണ്ട്. അത് ആവേശകരമായിട്ടുള്ള മത്സരങ്ങളാണ് ഇനിയും വരുന്നത്. അതുവരേക്കും ചെറിയൊരു ഇടവേളയ്ക്ക് പോകാനുള്ള സമയമാണ്. This is Boing co-powered by Laza Ice Cream and Damarov Furniture. Have a short break. Yes, welcome back to the show. Boing co-powered by Laza Ice Creams and Damarov Furniture. സൂരജ്, ബോയിങ്ങിലെ ഏറ്റവും നല്ല സെഗ്മെന്റ് വീഴ്ചയാണ് ഓഡിയൻസ്. ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ ചിരിക്കുന്നതാണ് നമ്മുടെ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഒരു റൗണ്ട് ആണ് അടുത്തത്. എന്താണ് സൂരജ്? തോമസ് കുട്ടി വിട്ടോടാ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ രസകരമായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. രണ്ടുപേരും സെറ്റ് അല്ലേ? ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യം കേട്ട ഉടനെ അവിടെ പോയിട്ട് നിൽക്കുക, പൊസിഷൻ എടുക്കുക. ആ പൊസിഷനിൽ നിന്ന് നമ്മുടെ ഹാമർ കയ്യിലെടുക്കുക. അതിനുശേഷം റൺ എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓടുക, ഡോങ് അടിക്കുക. ഡോങ് അടിക്കുന്ന ആൾക്കാർക്കും ഉത്തരം പറയാനുള്ള ചാൻസ്. അപ്പൊ ടീം എയിൽ നിന്ന് ആര് വരും? ടീം എയിൽ നിന്ന് ഞാൻ ആദ്യം ക്ഷണിക്കുന്നു വർഷ. ടീം ബിയിൽ നിന്ന് ശില്പ. ഓൾ സെറ്റ്. ക്വസ്റ്റ്യൻ പറയട്ടെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റൺ കേട്ടതിന് ശേഷം മാത്രമേ ഓടാവൂ, അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും. റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയില് കേന്ദ്ര കഥാപാത്രം, അതായത് അതിന്റെ ടൈറ്റിൽ റോൾ അവതരിപ്പിച്ച നടന്റെ പേരെന്താണ്? റാംജി റാവു ആരാണ്? ചോദ്യം ക്ലിയർ? ഓൾ സെറ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 റൺ. ചോദ്യം ചോദിക്കുന്നത്, റാംജി റാവു എന്ന ഫിലിമിൽ റാംജി റാവു എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ആരാണ്? വിജയരാഘവൻ. ഈ ഉത്തരം ശരിയല്ലേ?
ഇനി ഈ ക്ഷീണം മാറ്റാനായിട്ട് വീണ്ടും ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു ലക്ഷ്മി. ടീം ബിയിൽ നിന്ന് വിസ്മയ. റെഡി, ഓൾ സെറ്റ്. ചോദ്യം ചോദിക്കട്ടെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കി ക്വസ്റ്റൻ ആണ്. വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? യുവർ ടൈം സ്റ്റാർട്ട് നൗ. റൺ. ഒരിക്കൽ കൂടെ ചോദ്യം ചോദിക്കണം. വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? വെട്ടും തോറും നീളം കൂടുന്നത് നീളം കൂടും. വെട്ടും തോറും അറിയില്ല, കൂടി വരും. അറിയില്ല. വരൂ ലക്ഷ്മി. ലക്ഷ്മി മുടി ഏ മുടി മുടി. വെട്ടുമ്പോ വളരില്ലേ? മുടി എന്നത് കറക്റ്റ് ഉത്തരവാണോ മുരുക? അല്ല, ഉത്തരം ശരിയല്ല. ഉത്തരം ശരിയല്ല. ഉത്തരം കുഴി. കുഴി കുഴി കുഴി. അയ്യോ. രണ്ടുപേരും ഡോങ് അടിച്ചു, പക്ഷെ രണ്ടുപേരും ഉത്തരം പറഞ്ഞില്ല. അപ്പൊ എന്തായാലും ഒരു പണിഷ്മെന്റ് ഉണ്ട്. ഉറപ്പായിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ പണിഷ്മെന്റ് ആണ് തരാൻ പോണത്. ഒന്നുമില്ല, നിങ്ങൾ അവിടുന്ന് കുളിച്ചു തോർത്തിട്ട് കയറിപ്പോര്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി തരും. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ആ റോളിംഗ് ട്യൂബിന്റെ മുകളിൽ നിന്ന് ഡാൻസ്. അത്രേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ പ്രോപ്സ്. കണ്ടല്ലോ, ഇത് നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് രണ്ടുപേരും കൂടെ ഡാൻസ് കളിക്കേണ്ട. വീഴും എന്നുള്ള പേടി വേണ്ട, കാരണം സൂരജും ഞാനും രണ്ട് സൈഡിൽ നിന്ന് റോളിംഗ് ട്യൂബ് പിടിക്കാം. ഓക്കെ, ഓരോ സൈഡിലായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചോളൂ. നിങ്ങൾ തന്നെ നോക്കുക. അത്രേ ഉള്ളൂ പറയാം. ഓക്കെ, ശരി, നോക്കണം. തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ നമ്മുടെ മത്സരത്തിൽ രണ്ടുപേരും പണിഷ്മെന്റ് ഒക്കെ ഏറ്റുവാങ്ങി കുളിച്ച് തോർത്തി വന്ന് നിൽക്കുകയാണ്. അടിപൊളി. ഈ അടുത്ത് ഞാൻ ക്ഷണിക്കുന്നത് അടുത്ത പണിഷ്മെന്റ് മേടിക്കാനല്ല, അടുത്ത പോയിന്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുന്നു ഷാരോൺ. ഞാൻ ക്ഷണിക്കുന്നു അർച്ചന. ചോദ്യം ചോദിക്കട്ടെ. സിമ്പിൾ ചോദ്യമാണ്. തലയിൽ കാൽ വെച്ച് നടക്കുന്ന ജീവി. തലയിൽ കാൽ ഹലോ വെച്ച് ഹലോ ഹലോ തിരിച്ചു വാ. തിരിച്ചു വാ. റൺ. വീണോ? ഇനി ഒന്നുകൂടി കേറിയിട്ട് പോയി. കേറി വരും. ഇതാണ് ഈ അത്യാഗ്രഹം കാണിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം. ഇതാ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ ആള് റണ്ണ് പറയുന്നതിന് മുമ്പേ ആൾ ഓടി നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി വീണ്ടും റൺ ചെയ്യാ. ചോദ്യം ഒരിക്കൽ കൂടെ. തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി എന്താണ്? യുവർ ടൈം സ്റ്റാർട്ട് നൗ. 3, 2, 1 റൺ. ഷാരോണാണ് ഡോങ് ആദ്യം അടിച്ചിരിക്കുന്നത്. ഷാരോനോട് ചോദ്യം ഒരു കൂടെ. തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി എന്താണ്? ഉത്തരം പറയൂ. 3, 2. പേൻ. ഉത്തരം ശരിയാണ് മുരുക. ഷാരോൺ മാത്രം കയറി വരിക. ഷാരോൺ മറ്റേ ആളോട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ സെഗ്മെന്റ് ആണ് പണിഷ്മെന്റ്. എനിക്ക് നല്ല പണി ഞാൻ തരുന്നുണ്ട്. ആകാശത്ത് പണിയെടുക്കുന്ന ആളാ പോലും, എന്നിട്ട് അതിന്റെ മുകളിൽ നടക്കാൻ വയ്യ. പക്ഷെ അതിന് കാര്യമില്ല, നമ്മുടെ ചടങ്ങ് ഡോങ്ങിൽ അടിച്ചിരിക്കണം. അർച്ചന,
ഈ സൈക്കിൾ യജ്ഞം കേട്ടിട്ടുണ്ടോ? സൈക്കിൾ യജ്ഞം അതുപോലത്തെ ഒരു പണിഷ്മെന്റ് ആണ്. അവിടെ നമ്മുടെ വെള്ളത്തിൽ ട്യൂബ് കാണാം, വാട്ടർ ട്യൂബ് കാണാം. ആ ട്യൂബ് ശരീരത്തിലൂടെ കടത്തുക, എന്നിട്ട് വെള്ളത്തിൽ ഡാൻസ് കളിക്കുക. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, സത്യത്തിൽ ഫ്ലൈറ്റില് ഡാൻസ് കളിക്കലാണോ പണി? അല്ല, ഫ്ലൈറ്റില് ഡാൻസ് കളിക്കാൻ പാടില്ല. പുതിയൊരു പോസ്റ്റ് അത്രയും മാസമായിട്ട് കളിച്ചു, അതുകൊണ്ടാണ് ചോദിച്ചത്. ഫ്ലൈറ്റില് എന്റർടൈൻമെന്റ് ആണോന്നാണ് ചോദിച്ചത്. ഈ ഒരു പണിഷ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ബോയ് മോയിന്റെ പ്രേക്ഷകർക്ക് ഒരു തീരാ നഷ്ടമായി തീർന്നേനെ. സത്യം. നല്ലൊരു കൈയടി പ്ലീസ്. തോമസ് കുട്ടി വിട്ടോള റൗണ്ടും പോ മോനെ ദിനേശ കഴിയുമ്പോൾ ടോട്ടൽ ടീം എ നേടിയിരിക്കുന്നത് 50 പോയിന്റ് ആണ്. ആൻഡ് ടീം ബി 130 പോയിന്റ്. പക്ഷേ ആകെ മൊത്തം ഇവർ നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ്. കാരണം ഇവർക്ക് കുളിച്ച് കഴിഞ്ഞ് ഒന്ന് തോർത്തിയെടുത്താൽ മാത്രമേ അടുത്ത ഗംഭീരമായ മത്സരത്തിൽ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. അതുവരയ്ക്കും ചെറിയൊരു ഇടവേള. This is Boing Boy, co-powered by Lasa Ice Cream and Damro Furniture. Have a short break. Welcome back to Boing Boing, co-powered by Lasa Ice Cream and Damro Furniture. ബോയിങ് ബോയിന്റെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. എന്താണ്? താമരശ്ശേരി ചുരം. ഈ താമരശ്ശേരി ചുരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 2 വ്യക്തികളാണ്, ജില്ലു ബില്ലു. ഹായ്. എന്താണ് താമരശ്ശേരി ചുരത്തിന്റെ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, താമരശ്ശേരി ചുരത്തിന് താഴെയായിട്ട് അതാത് കളേഴ്സിന്റെ ബോൾസ് വെച്ചിട്ടുണ്ട്, മുകളിൽ അതാത് കളേഴ്സിന്റെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതാത് ടീം അവിടെ പോയി നിൽക്കുക, പോയി നിന്നിട്ട് കയ്യിലെ ബോൾ എടുത്തിട്ട് ആ സ്ലിപ്പറി വാക്ക് വേയിലൂടെ കടന്ന് മുകളിലെത്തി ഫ്ലാഗ് കളക്ട് ചെയ്യുക. റെഡി? 2 ടീമിനും സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് പോകാം. Your time starts now. You can go. ബോൾ കയ്യിൽ വേണം. Super. Good teamwork. Very good. Boys, try it. Carry go. പോ 3 പേര് പോ. വിസ്മയ
Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Time out. തീർന്നു. Time out. മതി, നിങ്ങൾ അവിടുന്ന് മുട്ടിൽ കഴിഞ്ഞത് മതി. ഇനി താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയം അവിടെ പ്ലീസ്. എന്തായാലും ഈ ആവേശം നിറഞ്ഞ മത്സരം കഴിഞ്ഞ് സൂരജന്റെ ടീം നല്ല ആവേശത്തോടു കൂടി തന്നെ പൊരുതി ജയിച്ചിരിക്കുകയാണ്. അത് നമുക്ക് സ്കോർ പറയാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് അറിയേണ്ടത് ഇവരുടെ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു ഗെയിം ഷോ അമ്യൂസ്മെന്റ് പാർക്കിൽ വന്നിട്ട് ഇവർ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയണം. ലക്ഷ്മി തന്നെ തുടങ്ങും. എൻജോയ് ചെയ്തോന്നോ? എന്നെ കണ്ടിട്ട് എൻജോയ് ചെയ്തില്ല നിങ്ങൾക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഗെയിം? എൻജോയ് ചെയ്ത ഗെയിം ഈ പൂളിനകത്തുള്ള ഗെയിം. വർഷ റിയലി ഭയങ്കര എൻജോയ് ചെയ്തു. ആദ്യം വളരെ പേടിയുണ്ടായിരുന്നു, പക്ഷേ പേടി പോയി. പോയി പക്ഷെ പേടി മാത്രമേ പോയിട്ടുള്ളൂ, പോയിന്റ് ഒന്നും വന്നില്ല. അതാണ് അങ്ങനെ. നമ്മുടെ ആക്ടിവിസ്റ്റിന് എന്താ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ടീം സ്പിരിറ്റ് എനിക്ക് ഇവിടെ കാണാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു അത്. കാരണം ഞാൻ കേറാ അല്ലെങ്കിൽ അവനവന്റെ കാര്യം നോക്കാണ്ട് എല്ലാരെയും മീൻസ് നമ്മളെ ടീം ജയിക്കണം. സമൂഹത്തിനെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഗെയിമാണ് നമ്മുടെ ഗെയിം എന്നാണ് പറയുന്നത്. മാത്രല്ല സൂര്യചേട്ടനെ ഇവിടെ നിന്നിട്ട് അങ്ങനെ ചാടൂ ഇങ്ങനെ ചാടൂ ഇങ്ങനെ ചാടൂ. ഞാൻ ഇവിടുന്ന് ചാടുന്നതിന് തുല്യമായിരുന്നു മൊത്തത്തില്. വിസ്മയിപ്പിച്ചോ? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഡിഫറെന്റ് ഗെയിമാണ്. നല്ല ടാസ്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ഇത് താമരശ്ശേരി നല്ല നിരങ്ങി വരുന്ന ലാസ്റ്റ് വന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് ഹൗസ് എക്സ്പീരിയൻസ്? അടിപൊളി. എനിക്ക് ഒന്നും പറയാനില്ല. ശരിക്കും കൊല്ലം മാസ്. ഫ്ലൈറ്റ് ആണോ നല്ലത്, ചുരാണോ നല്ലത്? ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ശരിക്കും എൻജോയ് ചെയ്തു. ഒന്നും പറയാനില്ല. സത്യമായിട്ടും അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കാണ് താങ്ക്സ് പറയേണ്ടത്. കാരണം ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം ഭയങ്കര കംഫർട്ട് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും സത്യം. താങ്ക് യു സോ മച്ച്. പിന്നെ എസ്പെഷ്യലി സൂര്യചേട്ടനോട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട്. അവക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്നലെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞത്. അത് അവളോട് പറഞ്ഞു പറയും ഒരു തവണ പറ്റിപ്പോയി. എഗ്രിമെന്റ് പുതുക്കാൻ. അപ്പോ ഈ സന്തോഷവും എന്താ പറയാ മത്സരത്തിന്റെ ആവേശവും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും മത്സരമാകുമ്പോൾ നമുക്ക് അതിന്റെ മാർക്സ് അറിയേണ്ട ഒരു സമയമാണ്. ടീം എ, നീ പോമോനെ ദിനേശ റൗണ്ടിൽ കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 0 പോയിന്റ്സ് ആണ്. ടീം ബി നേടിയിരിക്കുന്നത് 80 പോയിന്റ്സ് ആണ്. അതുപോലെ തോമസ് കുട്ടി വിട്ടോട റൗണ്ട് 2-ൽ ടീം എ നേടിയിരിക്കുന്നത് 50 പോയിന്റ്സ് ആണ്. ടീം ബി നേടിയിരിക്കുന്നതും 50 പോയിന്റ്സ് ആണ്. പക്ഷെ എപ്പോഴും പറയുന്നത് പോലെ മത്സരത്തിനൊരു മാറ്റം സംഭവിക്കുന്നത് നമ്മുടെ താമരശ്ശേരി ചുരം തന്നെയാണ്. താമരശ്ശേരി ചുരം റൗണ്ട് കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 200 പോയിന്റ്സ് ആണ്. ടീം ബി നേടിയിരിക്കുന്നത് 400 പോയിന്റ്സ് ആണ്. വെരി ഗുഡ് കൺഗ്രാറ്റുലേഷൻ. അപ്പൊ എന്തായാലും ഇത്രയധികം മാറ്റം സംഭവിച്ചിരിക്കുന്നത് ടീം ബിക്ക് തന്നെയാണ്. ടീം ബി 530 പോയിന്റ്സോടുകൂടി ഇന്നത്തെ മത്സരത്തിൽ
വിജയിച്ചിരിക്കുന്നു. പക്ഷേ ടീം എക്ക് അധികം മാർക്ക് നേടാൻ കഴിഞ്ഞില്ല. അവർ നേടിയിരിക്കുന്ന 250 പോയിന്റ്സ്. എന്തായാലും നല്ലൊരു കൈയടി. മത്സരമൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിട്ട് ഓരോ ആളും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതിലപ്പോ നമ്മൾ എല്ലാ ദിവസവും പ്രഖ്യാപിക്കുന്ന പോലെ ഒരു ബെസ്റ്റ് പെർഫോമർ ഉണ്ട്. ആ ബെസ്റ്റ് പെർഫോമർ ആരാണെന്ന് വല്ല ഊഹം ഉണ്ടോ? എനിക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുന്നത് ആകാശത്തുള്ള ഒരാളാണ് അർച്ചന. അർച്ചന അപ്പൊ അർച്ചനക്ക് ഈ ഒരു ഗിഫ്റ്റ് തരുന്നതിന് മുമ്പ് എനിക്കൊരു ആഗ്രഹമുണ്ട്. നേരത്തെ നല്ല ഡാൻസർ ആണെന്ന് പറഞ്ഞു, കുറെ സ്റ്റെപ്പ് ഒക്കെ കണ്ടു. ഞങ്ങളുടെ രണ്ടിന്റെ നടുവിൽ നിന്നൊരു അടിപൊളി ഡാൻസ് ആണ്. എന്താ നമ്മൾ രണ്ടിനും മാത്രമേ എല്ലാരും അടിച്ച് പൊളിക്കാൻ നോക്കില്ല. ഇന്നത്തെ ബോയിങ് ബോയിന്റെ മത്സരം അവസാനിക്കാനുള്ള സമയമാണ്. പക്ഷേ അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം. അതിനു മുമ്പ് നമ്മുടെ ബെസ്റ്റ് പെർഫോമറിന് ഒരു ടീം ഓഫർ ചെയ്യുന്ന പരിപാടിക്ക് ഉണ്ട്. അർച്ചനക്ക് ദേ സമ്മാനമായിട്ട് കിട്ടുന്നു സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV. കൺഗ്രാറ്റുലേഷൻ. ബോയിങ് ബോയിന്റെ എല്ലാ സെഗ്മെന്റ്സും ആവേശവും ആത്മവിശ്വാസവും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ എൻജോയ് ചെയ്തു മാക്സിമം. പക്ഷേ ഞങ്ങളുടെ വിശ്വാസം, ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ബോയിങ് കാണുന്ന പ്രേക്ഷകരും ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. മറക്കാതെ മുടക്കാതെ കാണുക. This is ബോയിങ് co-powered by Lasa Ice and Damro Furniture. Signing off, Deepan Murali and Suraj.